അമ്പടൂന് ചോറ് കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ തിരുമാന്താംകുന്ന് അമ്പലത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അവിടേക്കുള്ള ട്രെയിൻ പാർലിയിൽ നിന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന്, അതായത് പാർലിയിൽ നിന്ന് ഒറ്റപ്പാലം വരെ ബസ്സിന് പോയി, പിന്നെ ഒറ്റപ്പാലത്ത് നിന്ന് ഷൊർണൂർ വരെ ട്രെയിനിന് പോയി. അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് പിന്നെ ഒരു ട്രെയിനിൽ അങ്ങാടിപ്പുറത്തേക്ക് പോകുന്നത്. അമ്പടു ട്രെയിനിൽ സെക്കൻഡ് ടൈമാണ് യാത്ര ചെയ്യുന്നത്. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. കുറേ നേരം ഉറങ്ങി, അതിനുശേഷം പിന്നെ എഴുന്നേറ്റ് നല്ല കളിയൊക്കെ ആയിരുന്നു, കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്തിയത്. പിന്നെ അമ്പലത്തിലോട്ട് എത്തി ഇവനെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് ഫേസൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് തുടച്ച് ഇവന് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ചോറൂണ് നടത്തുന്ന ആ ഒരു മണ്ഡപത്തിലോട്ട് പോവുകയാണ്. ചോറ് കൊടുക്കുന്ന സമയത്ത് അവൻ വാശി പിടിക്കുകയോ കരയുകയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോയി ചോറ് കൊടുക്കുമ്പോഴും അതെ, ആൾ കരയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടനൊരു കമൻ്റടി പറഞ്ഞു. അതായത് കുട്ടീനെ രാത്രി പകലൊക്കെ നോക്കുന്നത് കുട്ടിയുടെ അമ്മയാണ്, പക്ഷേ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് അച്ഛന്മാർക്കാണ്. അച്ഛന്മാരുടെ മടിയിലിരുത്തിയിട്ടാണ് കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കുന്നത്. അവിടെ അമ്മമാർക്കൊരു പ്രാധാന്യം കൊടുക്കണം കാണാനില്ല എന്ന്. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാണല്ലോ, രാത്രിയും പകലും ഒക്കെ നമ്മൾ ഉറക്കൊളിച്ചിട്ടും നമ്മളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മമാരാണ്. പക്ഷേ എല്ലാ അമ്പലത്തിൽ പോലും കുട്ടി അച്ഛൻ്റെ മടിയിലെടുത്തു, അച്ഛൻ കൊടുക്കും, അങ്ങനെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തന്നെ. എന്താണല്ലേ.